കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, സൈബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് അവിടുന്ന് മരണപ്പെട്ടു. നമ്മൾ അറിഞ്ഞു, നമ്മളെല്ലാവരും ആ വാർത്ത കണ്ടവരാണ്. വല്ലാതെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച നടത്തിയതാണ്. അൽഹംദുലില്ലാഹ്, പടച്ച റബ്ബേ, അല്ലാഹുവേ, പടച്ചവനെ, വല്ലാത്ത വിഷമം തോന്നിയത് കണ്ടപ്പോൾ. എൻ്റെ പ്രിയമുള്ളവരെ, മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന രോഗമുണ്ടാകുന്നത് മലിനമായ ഭക്ഷണങ്ങളും മലിനമായ ജലവുമൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ, നമ്മൾ അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്. നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മൾ പുറത്തുനിന്നൊക്കെ കടകളിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ മറ്റു പാനീയങ്ങളൊക്കെ വാങ്ങുമ്പോൾ കഴിക്കുമ്പോൾ, പടച്ചവനെ, നമ്മൾ മലിനമായ രീതിയിലുള്ളത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. കാരണം അത് ഇതുപോലുള്ള മഞ്ഞപ്പിത്തവും അതേപോലെ തന്നെ മോശപ്പെട്ട ഒരുപാട് അസുഖങ്ങളും മനുഷ്യനെന്താവും, അതുണ്ടാക്കും. നമ്മൾ തിളപ്പിച്ച് ആറിയ വെള്ളം തന്നെ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കൊരു പരിപാടി ഉണ്ട്, തിളച്ച വെള്ളം ഉണ്ടാകുന്നത്, അത് തണുപ്പിക്കാൻ വേണ്ടി കുറച്ച് പച്ചവെള്ളമൊക്കെ പാറലുണ്ട്. വലിയ ഡേഞ്ചറായ വിഷയമാണത്, മനസ്സിലായോ? വല്ലാത്തൊരവസ്ഥയാണത്. തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം മാത്രം എന്ത് ചെയ്യുക, നമ്മൾ കുടിക്കുക. അതേപോലെ തന്നെ നമ്മളെ പരിസരം, നമ്മളെ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ വല്ലവണ്ണം വൃത്തിയാക്കുക. അതേപോലെ തന്നെ നമ്മൾ ബാത്റൂമിലേക്ക് വന്നാൽ ഇതൊക്കെ മലത്തിലൂടെ മൂത്രത്തിലൂടെ ഒക്കെ അത് സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്കൊക്കെ എന്ത് ചെയ്യാണ്, പകരാണ്. മനസ്സിലാക്കണം നമ്മൾ. അത് ഒരാളുടെ വീട്ടിൽ ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മലത്തിലൂടെ ബാത്റൂം, അതേപോലെ തന്നെ അതിന്റെ അണുക്കൾ അതിലൂടെയൊക്കെയാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് ബാത്റൂമിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലവണ്ണം ബാത്റൂം നമ്മൾ ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കൈ നല്ലവണ്ണം എന്ത് ചെയ്യുക, വൃത്തിയാക്കിയിട്ട് നമ്മൾ കഴുകുക. അതേപോലെ തന്നെ നമ്മുടെ ടവല് കൊണ്ടൊക്കെ ശരിക്കും എന്ത് ചെയ്യുക, തോർത്തിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളും അതേപോലെ തന്നെ കൈയും ഒക്കെ നമ്മൾ കഴുകുക. അതേപോലെ ഭക്ഷണം കഴിച്ചാൽ പാത്രം നല്ല വൃത്തിയിൽ എന്ത് ചെയ്യുക, നമ്മൾ കഴിക്കുക. പരമാവധി ഹോട്ടൽ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് ഭക്ഷണം തരുമ്പോൾ അവർ വേണ്ട രൂപത്തിൽ കഴുകുന്നുണ്ടോ അതൊന്നും നമുക്കറിയില്ല, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ, നല്ലവണ്ണം ശ്രദ്ധിക്കണം കൂടുതലൊക്കെ പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ. അതേപോലെ തന്നെ ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും തുറന്നിട്ടിടാൻ നിൽക്കരുത്. ചില ഉമ്മമാരൊക്കെ ചെയ്യും, അവർ ഭക്ഷണം അടുക്കളയിൽ അങ്ങനെ തുറന്നു കിടക്കുന്നുണ്ടാകും. അതൊക്കെ ഈ മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ വരാൻ കാരണമാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നതൊക്കെ ഭക്ഷണം ഒരിക്കലും നമ്മൾ തുറന്നിടരുത്. അതേപോലെ തന്നെ പഴങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ തൊലി കളയുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയായിട്ട് തൊലിക്ക് കളയണം. അതേ അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകിയിട്ട് എന്ത് ചെയ്യുക, നല്ലവണ്ണം കഴുകിയതിന്റെ ശേഷം പാത്രം എന്ത് ചെയ്യുക, നമ്മൾ കഴിക്കുക. അതേപോലെ തന്നെ നമ്മുടെ നഖം, കയ്യിലുള്ള നഖം, പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്, അല്ലെ? ആഴ്ചയിൽ നഖം വെട്ടൽ സുന്നത്താണ്, അല്ലെ? അപ്പൊ നഖം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നന്നായിട്ട് നഖമൊക്കെ വളർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ വൃത്തിയായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കഴുകുക. നഖമൊക്കെ നമ്മൾ മുറിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ ബാത്റൂമിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബാത്റൂമിലേക്കുള്ള നിബന്ധനകൾ, അല്ലെ? നമ്മൾ ചെരുപ്പ് ധരിക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട്. ബാത്റൂമിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് അല്ലെ ചൊല്ലണം. അതേപോലെ തന്നെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ ദിക്റുണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള ദിക്റുണ്ട്. അതേപോലെ തന്നെ തലമറക്കണം, അതേപോലെ തന്നെ ചെരുപ്പ് ധരിക്കണം. ഇതൊക്കെ പരിശുദ്ധമായ ഇസ്ലാം നമ്മെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കാൻ. പരിശുദ്ധമായ ദീൻ ഇത് പറയുമ്പോൾ ശാസ്ത്ര ലോകമൊക്കെ ഇന്നാണ് അതിനെ കുറിച്ചിട്ട് പഠിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്, അല്ലെ? ഇന്ന് ശാസ്ത്രം പറയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. റസൂലുള്ളാഹി ഇത് എന്നോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഹെവി ആയിട്ടുള്ള ഫുഡുകൾ പരമാവധി എന്ത് ചെയ്യാൻ നമ്മൾ ഒഴിവാക്കുക. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ വല്ലാത്തൊരു ചൂട് കുറക്കാനും അതേപോലെ തന്നെ ഒരു മനസ്സിനും ശരീരത്തിനും വയറിനൊക്കെ ഒരു കുളിർമ കിട്ടാനൊക്കെ വലിയ നല്ലതാണല്ലോ. നമ്മുടെ ഇന്ന് ഹെവി ആയിട്ടുള്ള ഫുഡ് തന്നെ ചില ആളുകൾ ഇങ്ങനെ കഴിക്കും. വല്ലാത്ത അസുഖങ്ങള്, മാരകമായ വിഷമങ്ങൾ, രോഗങ്ങളൊക്കെ എന്തും അതുകൊണ്ട് നമുക്ക് കടന്നു വരും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു തആല ജീവിതത്തിൽ സമാധാനം, സന്തോഷം അല്ലാഹു തആല നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട പൊന്നുമോൾ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്. വല്ലാത്ത വിഷമം തോന്നി നമുക്കത് കണ്ടപ്പോൾ. കാരണം എന്താ, കുറേയൊക്കെ മഞ്ഞപ്പിത്തം, മറ്റു അസുഖങ്ങൾക്ക് കുറെ അസുഖങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്.
മനസ്സിലാക്കണം. കുറെയൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പല അസുഖങ്ങളും നമ്മളിലേക്ക് കടന്നു പോയി. അല്ലാഹു തആല ബോധം നൽകട്ടെ. അല്ലാഹു തആല നമ്മളൊക്കെ എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു തആല നമുക്ക് മോചനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.